എൻ്റെ പേര് ബ്രദർ പീറ്റർ. ഞാനിപ്പോൾ സബ് ഡീക്കനാണ്. സത്തന രൂപതയ്ക്ക് വേണ്ടി രൂപതയിൽ പഠിക്കുന്നു. എഫ്രൈം തിയോളജി കോളേജിലാണ് പഠിക്കുന്നത്. സീറോ മലബാർ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഫിയാത്ത് മിഷൻ ഈ GGM പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തതിൽ വന്നെത്താനായിട്ട് സാധിച്ചതിൽ ഒത്തിരി അഭിമാനമുണ്ട്. സത്തന രൂപതയിൽ ഇപ്പോൾ ഞങ്ങളുടെ 3 പിതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഞങ്ങളിപ്പോൾ സത്തന രൂപതയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മറ്റം പിതാവ് ദൈവത്തെങ്കിലേക്ക് പോയി. ഇപ്പൊ ഞങ്ങളുടെ മാത്യു വാണിക്കിഴക്കൽ പിതാവും അവിടെയുണ്ട്. അതുപോലെ തന്നെ ജോസഫ് കൊടകലിൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സത്തന രൂപതയിൽ മിഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്തന രൂപതയിൽ ഒത്തിരി ചലഞ്ചസുകളുണ്ട്. കാരണം സീറോ മലബാർ സഭയുടെ മിഷൻ രൂപതകൾ 3 മിഷൻ രൂപതകൾ മധ്യപ്രദേശിലുണ്ട്. ഉജ്ജയിൻ, സാഗർ, സത്തന. സത്തനയിൽ മെയിനായിട്ട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒത്തിരി വർക്കുകൾ നടക്കുന്നുണ്ട്. ഒത്തിരിയേറെ പാവപ്പെട്ടവരും പതിതരുമായിട്ടുള്ള ആൾക്കാർക്ക് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് പാവപ്പെട്ട പിള്ളേർക്ക് അവർക്ക് ഫ്രീ ആയിട്ട് നേഴ്സിംഗ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ നേഴ്സിംഗ് സ്കൂളിന്റെ ഇൻചാർജ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അജോ കല്ലേലി അച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേത്ര രോഗ ചികിത്സാ ക്യാമ്പുകൾ അവർ നടത്തുന്നുണ്ട്. ആ ക്യാമ്പുകൾ സമറിറ്റൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഒത്തിരി അനേകം വില്ലേജുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ അതിന്റെ ബെനിഫിറ്റ് നേടുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീൽഡിലാണേലും കരിമാട്ടി തുടങ്ങിയ മിഷൻ സ്റ്റേഷനുകളിൽ ചെറിയ ചെറിയ സ്കൂളുകളുണ്ട്. അവിടെ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ അച്ഛന്മാര് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ത്യയിലെ വില്ലേജുകളിലൊക്കെ ഒത്തിരി ദൂരത്തേക്ക് അവർക്ക് ഒരു ആശുപത്രി സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി ഡിസ്പെൻസറീസ് ഉണ്ട്. ആ ഡിസ്പെൻസറിയിലൂടെ അവര് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ വില്ലേജുകളിലേക്കൊക്കെ ആണെങ്കിലും ഒരു വണ്ടി പോകാനൊന്നും വഴികളില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇറങ്ങിച്ചെന്ന് ഈശോയെ അറിയിക്കുവാനായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നടത്തുന്നുണ്ട്. കൺവേർഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ മധ്യപ്രദേശ് നമുക്കറിയാം ആന്റി കൺവേർഷൻ ബില്ലുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കൺവേർഷൻ നടത്തുന്നില്ല. എങ്കിലും മംഗലപ്പള്ളി അച്ഛൻ പോലെയുള്ള നല്ല മിഷണറി അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇവാഞ്ചലൈസേഷൻ നടക്കുന്നുണ്ട്. ഈശോവിനെ അറിയിക്കുന്നുണ്ട്. ഈശോവിനെ എത്താൻ സാധിക്കാത്ത കോണുകളിലൊക്കെ അച്ഛന്മാർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നടത്തുന്നുണ്ട്. പിന്നെ സെമിനാരിയുടെ നേതൃത്വത്തിലാണെങ്കിലും നമ്മുടെ പിതാവിന്റെ നേതൃത്വത്തിൽ ബ്രദേഴ്സിനെ ആണെങ്കിലും ഇന്ത്യയിലെ വില്ലേജുകളിലൊക്കെ വിടുന്നുണ്ട്. അവരെ വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സമറിറ്റൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒത്തിരി കാര്യങ്ങൾ പാവപ്പെട്ടവർക്കായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരിമാട്ടി, സീതി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഓരോ അച്ഛന്മാര് അവരുടെ നേതൃത്വത്തിൽ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ക്യാമ്പുകളൊക്കെ വെക്കുന്നുണ്ട്. അവർക്ക് വോളിബോൾ ട്രെയിനിങ്ങുകളൊക്കെ നൽകുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ പാവപ്പെട്ടവരെയും പതിതരായിട്ടുള്ള ആൾക്കാരെ ഉന്നമനത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ചെറിയ രീതികളിലൊക്കെ കാസ്റ്റ് സിസ്റ്റം ഇപ്പോഴും നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ കാണാം. അപ്പൊ നമ്മുടെ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള എഡ്യൂക്കേഷൻ മൂലം അവരെ വിശ്വാസത്തിലേക്കും അവരെ സമൂഹത്തിൽ മുൻനിരയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒത്തിരി ശ്രമം നമ്മുടെ സത്തന രൂപത നടത്തുന്നുണ്ട്. ദൈവവിളിയിൽ നമുക്ക് ഒത്തിരി ചലഞ്ചസുകളൊക്കെ ഉണ്ട്. അപ്പം ആ ചലഞ്ചസിനെയൊക്കെ നമുക്ക് നേരിടാനായിട്ട് നമുക്ക് ഒത്തിരി അധികം മിഷണറിമാരെ ആവശ്യമുണ്ട്. അതുപോലെ ഒരു കുഞ്ഞനുജനാണ് ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത്. ബ്രദറിന്റെ പേര് എബിൻ എന്നാണ്. എബിൻ ഇപ്പോൾ നമ്മുടെ 4th ഇയർ MOC കോഴ്സിന് വേണ്ടി പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. മൈനർ സെമിനാരി ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സത്തന രൂപതയിൽ ഇപ്പോൾ തിയോളജിക്കാര് 3 പേരും ഫിലോസഫിക്കാര് 2 പേരും MOCക്കാര് 3 പേരുമുണ്ട്. അപ്പം ദൈവത്തെ അറിയുവാനും ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമായിട്ട് ഒത്തിരി കുഞ്ഞനുജന്മാര് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്. അവരെ സത്തന രൂപതയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രൂപതയിൽ ഈശോയെ അറിയാത്തവരിലേക്ക് ഈശോ എത്തിക്കാനായിട്ടുള്ള ദാഹം ഉള്ളവർ എല്ലാ കുഞ്ഞു അനുജന്മാരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവവിളി ഒരു മഹാദാനമാണെന്ന് നമുക്കറിയാം. ആ ദാനത്തിന് പ്രത്യുത്തരം നൽകുന്നത് നമ്മുടെയൊക്കെ ഓരോ കർത്തവ്യമാണ്. അത് ഈശോനെ കൂടുതലായിട്ട് നമ്മുടെ ഇന്റീരിയർ വില്ലേജുകളൊക്കെ ദൈവത്തെ അറിയത്തില്ലാത്തവരിലേക്ക് ദൈവത്തെ എത്തിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം അച്ഛന്മാരും സിസ്റ്റേഴ്സും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സെമിനാരികളിലും ഞങ്ങൾക്ക് ഒത്തിരി ഇതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. വില്ലേജ് ക്യാമ്പുകളൊക്കെ ഉണ്ട്. അവിടെ പോയി ഒത്തിരി ബ്രദേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും ഇപ്പം ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, കോതമംഗലം തുടങ്ങിയ സ്ഥലത്തു നിന്നൊക്കെ ബ്രദേഴ്സ് നമ്മുടെ സത്തന രൂപതയിൽ വന്ന് അവിടുത്തെ വില്ലേജുകൾ കണ്ട് ആ വില്ലേജുകൾ എന്താണ് മനസ്സിലാക്കി പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ ആ രൂപത്തിലുള്ള ബ്രദേഴ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ സത്തനയുടെ മിഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതുപോലെ നല്ലൊരു മിഷണറി ആകുവാനായിട്ട്
മിഷനെ അറിയുവാനായിട്ട്, ഈശോയെ സ്നേഹിക്കുവാനായിട്ട്, ദൈവവിളി കൂടുതലായിട്ട് അറിയുവാനായിട്ട് ആഗ്രഹമുള്ള ഓരോ കുഞ്ഞനുജന്മാരെയും സത്തന മിഷൻ രൂപതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഷനെ അറിയുവാനും സത്തന രൂപതയിലേക്ക് ദൈവത്തെ അറിയാത്തവരിലേക്ക് ദൈവത്തെ എത്തിക്കുവാനായിട്ട് ആഗ്രഹമുള്ള കുഞ്ഞനുജന്മാര്, കുഞ്ഞു മിഷണറിമാർക്ക്, സിസ്റ്റേഴ്സ് ആകാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് സത്തന രൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടറിന്റെ നമ്പറാണ്. ദൈവത്തെ അറിയാനായിട്ട് കൂടുതൽ ആഗ്രഹമുള്ളവര്, 10 കഴിഞ്ഞവര്, അല്ലെങ്കിൽ +2 കഴിഞ്ഞവർ, അല്ലെങ്കിൽ അത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സത്തന രൂപതയുടെ മിഷൻ പ്രവർത്തനത്തിൽ ഭാഗിയാനായിട്ട് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.